നമ്മുടെ ഇന്നത്തെ ദൈവവചന ആലോചനയ്ക്കായിട്ട് 84 സങ്കീർത്തനത്തിൽ നിന്നും ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 84 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. 10 വാക്യം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ആരാണ് ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവ് എന്നുള്ളത്. അവിടെ വായിക്കുന്നത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ്. നമ്മൾ കോരഹപുത്രന്മാരുടെ 10-11 സങ്കീർത്തനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയൊക്കെയും വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോട് ഒത്തിരി ചേർന്ന് വരുന്നതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. എന്തോ ഒരു ഇൻറ്റിമസി, ദൈവവുമായിട്ട് വളരെ അടുപ്പമുള്ള വാക്കുകളാണ് അവർ തങ്ങളുടെ സങ്കീർത്തന രചനയിലും അതുപോലെ തങ്ങളുടെ സംഗീതത്തിലും അവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ദാവീദിന്റെ കാലഘട്ടത്തിലെ സംഗീതക്കാരാണ് ഈ കൗരവപുത്രന്മാർ. അവർ സങ്കീർത്തനം എഴുതുന്നവരാണ്, പാട്ടുകാരാണ്. അവര് സംഗീതവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളാണ്. എന്നാൽ സംഗീതം കേവലം തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്ന ഒന്നായിട്ടല്ല അവർ കാണുന്നത്. കർത്താവുമായി ഏറ്റവും അധികം ഇൻറ്റിമസി, കർത്താവുമായിട്ടുള്ള ഏറ്റവും അധികമുള്ള ബന്ധം അവരുടെ ഓരോ വാക്കുകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 വാക്കിൽ നമ്മൾ വായിച്ചത്, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എൻ്റെ ഉള്ളം, എൻ്റെ ഹൃദയം, എൻ്റെ മാംസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോൾ പേഴ്സണാലിറ്റി, ഞാൻ എന്തൊക്കെയാണോ അതെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു മോഹം, ഒരു വാഞ്ച ഉണ്ടാവുകയാണ്. വീണ്ടും 10 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, ഒരു ദിവസം നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുകയാണെങ്കിൽ അത് വേറെ 1000 ദിവസത്തേക്കാൾ ഞാൻ വിലമതിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമ ആരാധനയിൽ അതിപരിശുദ്ധ സ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, പ്രാകാരമുണ്ട്. സാധാരണ ഉള്ള എല്ലാ ജനങ്ങളും കടന്നു വരുന്ന സ്ഥലമാണ് പ്രാകാരം. എന്നാൽ നമുക്കറിയാം, ഇന്ന് നമ്മളായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപാസനത്തോളം അടുത്തു വരാൻ കഴിയുന്നത്ര യോഗ്യതയുള്ളവരായിട്ടാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തിന്റെ അതിധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു വരിക. പഴയ നിയമ കാലഘട്ടങ്ങളിൽ അഹരോനോട് പോലും ദൈവം പറഞ്ഞിരിക്കുന്നത്, നീ കൃപാസനത്തിനടുത്ത് എല്ലായ്പ്പോഴും അടുത്ത് വരരുത് എന്നാണ്. കാരണം ദൈവത്തിന്റെ വിശുദ്ധിയോട് ചേരാത്ത എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ അവിടെ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ലോകത്തിലെ ഏക തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായ ഇസ്രയേലിലെ ഏക തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രമായ ലേവ്യ ഗോത്രത്തിലെ ഏക മഹാപുരോഹിതനായ അഹരോനോട് പറഞ്ഞിരിക്കുന്നത്, നീ കൃപാസനത്തിനടുത്ത് എപ്പോഴും വരരുത് എന്നാണ്. അതുകൊണ്ട് ആണ്ടിലൊരിക്കൽ മാത്രമാണ് അതിപരിശുദ്ധ സ്ഥലത്ത് അവർക്ക് പ്രവേശനമുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് എത്ര ഭാഗ്യമുള്ളവരാണ്! കാരണം ഈ ദൈവത്തിന്റെ കൃപാസനത്തിനടുത്ത് എല്ലായ്പ്പോഴും അടുത്ത് വരുവാനായിട്ടുള്ള ഏറ്റവും വലിയ പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തു മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ടാണ് നമുക്കത് സാധിക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ വിശുദ്ധി തന്നെയാണ് പുതിയ നിയമത്തിലെയും ദൈവത്തിന്റെ വിശുദ്ധി. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ നീതി തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവത്തിന്റെയും നീതി. പക്ഷെ എവിടെയാണ് വ്യത്യാസം വന്നത്? നമുക്ക് പകരക്കാരനായി നിൽക്കുവാൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ മുമ്പിൽ ഒരു മഹാപുരോഹിതനായി നിൽക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ നിലയിൽ കടന്നു വരുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പഴയ നിയമ ഭക്തന്മാരായിട്ടുള്ള കോരഹപുത്രന്മാർ പറയുകയാണ്, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുവാനായിട്ട് ഒരു ദിവസം ലഭിച്ചാൽ അതിനെ 1000 ദിവസത്തേക്കാൾ മെച്ചമായി ഞങ്ങൾ കാണും. മാത്രമല്ല, അതിന് താഴെ പറയുന്നത്, എൻ്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും, ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കാനായിട്ടൊരു ജോലി കിട്ടുവാണെങ്കിൽ അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്ന് അവർ പറയുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും.
എന്നാൽ ആരാണ് ഈ കോരഹപുത്രന്മാർ? എന്തായിരുന്നു അവരുടെ ജോലി? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർ പറയുന്നതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ലേവ്യ ഗോത്രമാണ് ദൈവാലയ സംബന്ധമായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രം. അതിനകത്ത് തന്നെ ലേവിക്ക് 3 മക്കൾ ഉള്ളതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്: ഗർശോൻ, മെരാരി ആൻഡ് കെഹാത്ത്. ഗർശോന്യരുടെ ചുമതല എന്ന് പറയുന്നത് തിരുനിവാസം അല്ലെങ്കിൽ ടാബർനാക്കിള്, അതിന്റെ മേലങ്കികൾ, അതിന്റെ തിരശ്ശീലകൾ, ഇവയുടെ ചുമതലയായിരുന്നു ഈ ഗർശോന്യർ ചെയ്തുകൊണ്ടിരുന്നത്. മെരാരിയർ ചെയ്തുകൊണ്ടിരുന്നത് തിരുനിവാസത്തിന്റെ ചട്ടങ്ങൾ, അതിന്റെ അഴികൾ, തൂണുകൾ, ചുവടുകൾ, അതിന്റെ എല്ലാ ഉപകരണങ്ങൾ, മുറ്റത്തെ തൂണുകൾ, അവയുടെ ചുവടുകൾ, കൂടാരത്തിന്റെ ആണികൾ, കയറുകൾ എന്നിവയുടെ ചുമതല ഇവർക്കായിരുന്നു. സംഖ്യാ പുസ്തകം 3-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. കെഹാത്യരുടെ ചുമതല എന്ന് പറയുന്നത് വിശുദ്ധ മന്ദിരത്തിന്റെ സംരക്ഷണം, നിയമപ്പെട്ടകം, മേശ, നിലവിളക്ക്, യാഗപീഠങ്ങൾ എന്നിവയുടെ ചുമതല. സംഖ്യാ പുസ്തകം 3-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഇവിടെ ഈ കോരഹപുത്രന്മാർ എന്ന് പറയുന്നത് ഇവരിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്? അവര് കോരഹിന്റെ പുത്രനായിട്ടുള്ള കെഹാത്യ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോ ഇവരുടെ തന്നെ ചുമതലയാണ് വിശുദ്ധ മന്ദിരത്തിന്റെ അകത്ത് കയറുക. അതിനകത്ത് അകത്ത് കയറുക മാത്രമല്ല, നിയമപ്പെട്ടകം, മേശ, നിലവിളക്ക്, യാഗപീഠങ്ങൾ, ഇതുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് ഇവർക്കുള്ളത്. അല്ലാതെ കേവലം എനിക്ക് ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽക്കാവൽക്കാരനായിട്ടൊരു ജോലി കിട്ടണേ എന്നുള്ളൊരു അപേക്ഷയല്ലത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ദൈവത്തോട് അടുത്ത് നിൽക്കുവാനായിട്ട്, ദൈവത്തിന്റെ ആലയത്തിലെ അകത്തെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് നിയമിക്കപ്പെട്ടവരായിട്ടുള്ള, അങ്ങനെ നിയോഗം ലഭിച്ചവരായിട്ടുള്ള, അങ്ങനെ എപ്പോഴും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള കോരഹപുത്രന്മാർ ഇങ്ങനെ പറയുവാനിടയായിത്തീരുന്നത്? ദൈവമേ, നിന്റെ ആലയത്തിൽ ഒരു ദിവസം കഴിക്കാൻ പറ്റിയാൽ 1000 ദിവസത്തെക്കാൾ മെച്ചമായി ഞാനത് കാണും. ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിട്ടിരിക്കാൻ പറ്റിയാൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി. പലപ്പോഴും നമ്മൾ ഈ വിശ്വാസ പശ്ചാത്തലത്തിലൊക്കെ ജനിച്ച് വളർത്തപ്പെടുമ്പോൾ ഉള്ളിൽ ദൈവമായിട്ടൊരു ഇന്റിമസി ഇല്ലാതെ തന്നെ ആത്മീയത്വത്തിന്റെ എല്ലാ പുറമേ ഉള്ള രീതികളും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ദൈവമായിട്ടൊന്നും കണക്റ്റഡ് ആകാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവമായിട്ട് നമുക്ക് ഒരു കണക്ഷനും ഇല്ലാതെ തന്നെ നമുക്ക് ചിന്തകൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ നമുക്ക് പ്രസംഗിക്കുവാനും പറ്റും. കാരണം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് വീണ്ടും ചെയ്യുന്നതിന് നമുക്ക് ഒരു പക്ഷെങ്കിൽ ആ ഒരു ഇന്റിമസിയുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെങ്കിൽ ദൈവം ഈ കോരഹപുത്രന്മാരെ ഇത്രമാത്രം അനുഗ്രഹിക്കുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഇത്രയും അധികം ഈ അകത്തെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, ഇത്രയും അധികം ദൈവത്തിന്റെ കാര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർ, ദൈവത്തിന് വേണ്ടി പാടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യർ, അവർ പറയുകയാണ് എപ്പോഴും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇവിടെയാണ് ജോലി, പക്ഷെ ഓരോ ദിവസത്തിനും ഞാൻ 1000 ദിവസത്തിന്റെ വിലയാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഓരോ സമയത്തിനും നമ്മൾ അത്രമാത്രം വാല്യൂ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഓരോ ദിവസത്തിനും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മറ്റ് കാര്യങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതായി കാണുവാനായിട്ട് തീരുമാനിച്ചാൽ ദൈവം നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ കോരഹപുത്രന്മാർക്ക് ഇത്രയും അധികം സ്നേഹം ദൈവത്തോട് ഉണ്ടാകുവാൻ ഉള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് പുറത്തുനിന്ന് പോകേണ്ടതായിട്ട് വരും. നമുക്ക് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലേക്ക് ഒന്ന് തിരിയാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തില് ഈ കോരഹപുത്രന്മാരുടെ ഒരു പശ്ചാത്തലം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ തന്നെ വായിക്കാം. എന്നാൽ ലേവിയുടെ മകനായ കഹാത്തിന്റെ മകനായ ഇസ്ഹാരിന്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, പേലത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രയേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട് മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധന്മാരാകുന്നു, യഹോവ അവരുടെ മധ്യയുണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്?
എന്ന് പറഞ്ഞു. നോക്കുക, കോരഹ്, ദാഥാൻ, അബീരാം, ഓൻ എന്നിവർ ചേർന്ന് ഒരു മത്സരം മോശയ്ക്ക് എതിരായിട്ട് വെക്കുകയാണ്. ഇവിടെ അവർ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾക്കും ഒക്കെ കഴിവുണ്ട്, ഞങ്ങളും ഒക്കെ ഇതൊക്കെ പഠിച്ചിട്ടാണ് വന്നത്, ഞങ്ങളും ലേവി കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്, ഞങ്ങൾക്കും നിയോഗങ്ങളുണ്ട്, ഞങ്ങൾക്കും പല ശുശ്രൂഷകൾ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ നീയും അഹരോനും എന്തിനാണ് നിങ്ങളെ തന്നെ ഉയർത്തുന്നത്? നിങ്ങളാണ് നേതാക്കന്മാർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ചില കഴിവുകൾ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേക കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സാധ്യത കിട്ടുന്നില്ല, ഒരു സാഹചര്യം കിട്ടുന്നില്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തിങ്ങൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതൊരു മത്സരമായി തീരുമ്പോൾ അത് ദൈവം വെറുക്കുന്ന കാര്യമായി തീരുകയാണ്. ഇവിടെ മോശയുടെയും അഹ്റോന്റെയും ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 4-ാം വാക്യം വായിക്കുമ്പോൾ, ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോട് അടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവരെ തന്നോട് അടുക്കുമാറാക്കും. ഇവിടെ മോശയ്ക്ക് ഒരു പക്ഷെങ്കിൽ തിരിച്ച് ഒരു വാദമുഖം പറയാം. നിങ്ങൾ എന്നോട് മത്സരിക്കേണ്ട കാര്യമില്ല, ദൈവം എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചൂടാകണ്ട, വേണമെങ്കിൽ ദൈവത്തോട് പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഒരു മത്സര മനോഭാവം മോശയ്ക്കും കാണിക്കുവാനായിട്ട് കഴിയും. എന്നാൽ മോശ ചെയ്യുന്നത്, ഇത് സംഭവിച്ചപ്പോൾ മോശ ദൈവസന്നിധിയിൽ കവിണ്ണു വീഴുകയാണ്. വീണ്ടും നമുക്ക് ചില താഴോട്ട് വായിക്കുമ്പോൾ 22-ാം വാക്യത്തിലും അപ്പോൾ അവർ കവിണ്ണു വീണു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വലിയത് നേരിടുമ്പോൾ, തന്നെത്താൻ പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ മോശയ്ക്ക് ചുമതലയുണ്ട്, അധികാരമുണ്ട്, മോശയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, മോശയാണ് ഈ ജനത്തെ നിയന്ത്രിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ആൾ, ഇതൊക്കെ ശരിയാണ്. എങ്കിലും ഒരു മത്സരം വന്നപ്പോൾ മോശ എന്താ ചെയ്തേ? മോശ നേരിട്ട് മറുപടി കൊടുക്കാതെ ദൈവസന്നിധിയിൽ കവിണ്ണു വീഴുകയാണ്. മറ്റ് പല സന്ദർഭത്തിലും ഇസ്രായേൽ മക്കൾ മോശയ്ക്ക് വിരോധമായി ശബ്ദമുയർത്തുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മോശ ദൈവസന്നിധിയിൽ വീഴുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മീയ മൂല്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല ഉദാഹരണമായിട്ട് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ നല്ല ഉദ്ദേശത്തോടെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച അതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ, അതിനേക്കാൾ മെച്ചമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ ഒരു പക്ഷെങ്കിൽ സഭയിലുണ്ടാകാം, സഭകളിലുണ്ടാകാം, സംഘടനകളിലുണ്ടാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഒരു പക്ഷെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ മാത്രം? എന്തുകൊണ്ട് ഞാൻ അല്ല? എനിക്കെന്താണ് കുറവുള്ളത്? എനിക്കെന്താണ് കഴിവില്ലാത്തത്? ഞാൻ ചെയ്താൽ എന്താണ് കുഴപ്പം? എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ദൈവഭക്തരായ ആളുകൾ പോലും മാനുഷികമായ നിലയിൽ പ്രതികരിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ മോശ ചെയ്തത് വളരെ മാതൃകാപരമായി, ദൈവമാണ് എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത്, ദൈവം തന്നെ മറുപടി കൊടുക്കട്ടെ എന്നുള്ള ഒരു മാതൃക മോശ കാണിച്ചായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിനെതിരെ മത്സരിച്ച, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് അടിക്കുകയും ഇടിക്കുകയും നിന്ദിക്കുകയും ക്രൂശിക്കുകയും ഒക്കെ ചെയ്ത ആളുകളെ പറ്റി പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത്, അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്ര ചെയ്തത്. നമുക്കറിയാം, യേശു കർത്താവിന് പറഞ്ഞു തോൽപ്പിക്കാൻ അറിയാം, ചെയ്തു തോൽപ്പിക്കാൻ അറിയാം, തന്റെ അധികാരം കൊണ്ട് തോൽപ്പിക്കാൻ അറിയാം, തന്റെ സർവശക്തി കൊണ്ട് തന്നെ എതിർക്കുന്ന എല്ലാവരെയും നിഷ്പ്രഭമാക്കാൻ അറിയാം. എന്നാൽ കർത്താവിന്റെ പർപ്പസ് അതായിരുന്നില്ല, കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. തന്നെ ശകാരിച്ചു, പക്ഷെ പകരം ശകാരിച്ചില്ല, കഷ്ടമനുഭവിച്ചു, ഭീഷണം പറഞ്ഞില്ല, എല്ലാം ന്യായമായി വിധിക്കുന്നവെങ്കിൽ പരമേൽപ്പിച്ചു. ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കാര്യങ്ങളോട് ഇടപെടുന്നത്? പലപ്പോഴും ന്യായമായി വിധിക്കുന്ന ദൈവമുണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെങ്കിൽ ആ വിധി ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ കയറി ഉത്തരം പറയുകയും വഴക്ക് പിടിക്കുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് ദൈവനാമം മഹത്വപ്പെടുന്നതിന് പകരം അവിടെ ദൈവത്തിന്റെ നാമം ലജ്ജിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. ഇവിടെ കോരഹപുത്രന്മാരുടെ പിതാക്കന്മാർ ചെയ്ത ഒരു കുഴപ്പമാണ് ഇവിടെ കാണുവാനായിട്ട് ഇടയായത്. അവർ മോശയ്ക്ക് വിരോധമായി മത്സരിക്കുവാനായിട്ട് ഇടവന്നു. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ മോശ ഈ വിഷയങ്ങൾ പരമേൽപ്പിക്കുകയാണ്.
അപ്പൊ ദൈവം മോശയോട് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ദുഷ്ടമനുഷ്യരോട് ആരും ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടവരരുത്. അവരുടെ അടുക്കൽ നിന്ന് 20-21 വാക്യങ്ങളിൽ യഹോവ മോശയോടും അഹരോനോടും ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന് കൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ കോപം ഈ മത്സരികളുടെ എതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയും മോശ ചെയ്യുന്നത് 22-ാം വാക്യത്തിൽ, അപ്പോൾ അവർ കവിണ്ണു വീണു, സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദൈവം പറയുന്നത്, അതിന് യഹോവ മോശയോട് കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിലും നിന്നും മാറിക്കൊള്ളുവിൻ എന്ന് സഭയോട് പറക എന്ന് കൽപ്പിച്ചു. അപ്പോ ദൈവത്തിന്റെ കോപം സകല ജനത്തിന്റെ മീതെ വരികയാണ്. അപ്പോൾ മോശ പറയുകയാണ് ഒരു മനുഷ്യൻ പാപം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് സകല മനുഷ്യരെയും സംഹരിക്കാൻ പാടില്ല കർത്താവേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മത്സരികളെ മാത്രം മാറ്റി നിർത്തുവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ബാക്കിയുള്ളവർ മാറുവാനായിട്ട് ദൈവം കൽപ്പന കൊടുക്കുകയാണ്. 29-ാം വാക്യത്തിൽ, സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായു പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായു തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ജീവനോടെ കുഴിച്ചു മൂടുക നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നമുക്കന്ന് ആ ശ്വാസം മുട്ടൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ശ്വാസം മുട്ടും അല്ലേ? നമ്മൾ ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ട് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ. ഇത്ര മിടുക്കന്മാരായിട്ട് ഞങ്ങൾക്കും കഴിവുണ്ട്, ഞങ്ങൾക്കും ഭരിക്കാൻ അറിയാം, നീ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് പാതി വഴിയിലാക്കിയിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്, ഞങ്ങളെ ഏൽപ്പിച്ചു നോക്ക്, ഞങ്ങൾ വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാം, എത്രയും വേഗം ഞങ്ങൾ നിങ്ങളെ കനാൻ ദേശത്ത് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ മത്സരിച്ച് നിന്ന വലിയ ശക്തന്മാരായ ഒരു കൂട്ടം ആളുകൾ. എന്നാൽ ദൈവത്തിന്റെ വലിയ ന്യായവിധിക്ക് അവർ ആയിത്തീരുകയാണ്. ഭൂമി വായി പിളർന്ന് എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്നിട്ട് ഈ വലിയ സമൂഹത്തെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടുകയാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലമാണ് കോരഹ് പുത്രന്മാർക്കുള്ളത്. ഇവിടെ നമ്മൾ വായിക്കുമ്പം കോരഹിനെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നുള്ള എല്ലാവരെയും സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ കോരഹ് പുത്രന്മാരും ന്യായമായിട്ട് അതിനകത്ത് പോകേണ്ടതല്ലേ? കോരഹിനോട് ചേർന്ന് മത്സരിച്ച് നിന്ന അവന്റെ കുടുംബാംഗങ്ങളെല്ലാം മണ്ണിനടിയിൽ പോയി. കോരഹിനോട് ചേർന്ന് നിന്ന മത്സരികളെല്ലാം മണ്ണിനടിയിൽ പോയി. അപ്പൊ കോരഹ് പുത്രന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കത് നോക്കാം. നമുക്ക് 26-ാം അധ്യായത്തിലേക്ക് വരാം. 26-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. ദാഥാനും അബീരാമും ഇവർ തന്നെ ഭൂമി വായു തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. വലിയ മത്സരികളുടെ കുടുംബാംഗങ്ങളായി ജനിച്ച, അവരുടെ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ കോരഹിന്റെ പുത്രന്മാർക്ക് ദൈവത്തിന്റെ വലിയൊരു കരുണ ലഭിക്കുകയാണ്. ഞാൻ ഈ കോരഹുപുത്രന്മാരുടെ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോരഹുപുത്രന്മാരുടെ ഈ വാക്കുകൾക്കെല്ലാം ഇത്രയധികം തീവ്രത, ഇത്രയധികം ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോട് എത്ര പറ്റി നിന്നാലും പോരാ എന്നുള്ള ഒരു ആഗ്രഹം? ഒരുപക്ഷെ അതിന്റെ കാരണം ഇതായിരിക്കാം. കോരഹുപുത്രന്മാർ ചിന്തിക്കുമ്പോൾ ഞങ്ങളും അന്ന് ഒടുങ്ങിപ്പോകേണ്ടതായിരുന്നു, ഞങ്ങളും അന്ന് ഭൂമിയുടെ അടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കേണ്ടതായിരുന്നു, ഞങ്ങളും ദൈവത്തിന്റെ കോപത്തീയിൽ ഉരുകി പോകേണ്ടതായിരുന്നു. ഇന്ന് ഞങ്ങൾ നിലനിൽക്കുന്നതിന്റെ കാര്യം, ഇന്ന് ഞങ്ങൾ ഇപ്പോഴും ജീവനുള്ളവരായി നിൽക്കുന്നതിന്റെ കാര്യം, ഇന്ന് ഞങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ കാര്യം, ഇന്ന് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി പാട്ടുകാരായി നിൽക്കുന്നതിന്റെ കാര്യം, ഇന്ന് ഞങ്ങൾ ദൈവത്തിന്റെ ആരാധനകളിൽ ഒരു പങ്ക് വഹിക്കുന്നതിന്റെ കാര്യം, അത് ദൈവത്തിന്റെ കരുണ മാത്രമാണ്, ദൈവത്തിന്റെ ദയ മാത്രമാണ്. ഒരുപക്ഷെങ്കിൽ ആ ഒരു മനസ്സിന്റെ ഓർമ്മയായിരിക്കാം, എപ്പോഴും ആ കാര്യം ഓർക്കുന്നത് കൊണ്ടായിരിക്കാം കോരഹുപുത്രന്മാർക്ക് അത്രയധികം ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മളൊക്കെയും രക്ഷിക്കപ്പെട്ടു,
രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പാപത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു, ദൈവത്തിന്റെ മക്കളായി തീർന്നു, പാപത്തിന്റെ ശിക്ഷ ഇനിയില്ല, നമ്മൾ നിത്യകാലം ദൈവത്തോടൊപ്പം വാഴും. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെങ്കിൽ അതിന്റെ ഗൗരവം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നവരാണ്. നമ്മൾ തിരുവത്താഴത്തിന്റെ സമയത്ത് 1 കൊരിന്ത്യർ 11-ാം അധ്യായം വായിക്കാറുണ്ട്. അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ നമുക്കൊന്ന് എടുക്കാം. അവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഓടി വന്നതാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ. അവിടെ വായിക്കുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഇവിടെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് തന്റെ മരണത്തിന് മുമ്പ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ ഇതൊരു മെമ്മോറിയൽ അല്ല, നമ്മൾ റിപ്പീറ്റഡായിട്ട് ഓർക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു കാര്യമാണ്. സാധാരണ ഈ മെമ്മോറിയൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, ഷാജഹാൻ മുംതാസിന് വേണ്ടി ഒരു താജ്മഹൽ പണിതു അല്ലെ. അത് വലിയ പ്രൗഢിയുള്ള ഒരു ഓർമ്മസ്തംഭമാണ്. പക്ഷെ കർത്താവിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു അപ്പവും കുറച്ച് വീഞ്ഞും എടുത്ത് ഇതിൽ കഴിച്ചു എന്നിട്ട് എന്നെ ഓർക്കണം. അത് മാത്രമല്ല, അത് റിപ്പീറ്റഡ് ആയിട്ട് ഓർക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകളായിരിക്കും അല്ലെ. നമ്മൾ ഏതെങ്കിലുമൊക്കെ പദവികൾ നേടി, എനിക്ക് ഇന്ന സമ്മാനം കിട്ടി, അല്ലെ എനിക്ക് ഇന്ന ഒരു റാങ്ക് കിട്ടി, ഞാൻ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെയാണ് ഓർത്തിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മളോട് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അതൊന്നും ഓർക്കാനല്ല. കർത്താവ് ഏറ്റവും മഹത്വമുള്ളവനാണ്. കർത്താവ് സർവശക്തനാണ്, സർവജ്ഞാനാണ്, സർവ്വവ്യാപിയാണ്. അവനെ പോലും ഉന്നതൻ ആരുമില്ല. പക്ഷെ അവൻ ഓർക്കുവാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചത് അവന് എന്തായി തീർന്നു, അവൻ എത്രമാത്രം താണു എന്നുള്ളത് ഓർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ അപ്പം എടുത്ത് ഭക്ഷിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട എൻ്റെ ശരീരം, അവിടെ എന്താ നമ്മൾ ഓർക്കുന്നത്? എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്ന, തലയിൽ മുള്ളിന്റെ കിരീടമേറ്റ് അടിച്ച് മുഖത്തൂടെ ചോര ഒലിക്കുന്ന കർത്താവ്, മുഖത്തെ രോമം പറിക്കപ്പെട്ടിട്ട് വിരൂപനായിത്തീർന്ന കർത്താവ്, പടയാളികൾ കാർക്കിച്ച് അവന്റെ മുഖത്ത് തുപ്പി അത്രമാത്രം നിന്ദിതനായി, നിസ്സാരനായി, നിസ്സഹായനായി നിൽക്കുന്ന കർത്താവ്, കെട്ടിയിട്ട് തല്ലുക അല്ലെ, ഉഴവുചാലുകളെ പോലെ നീളത്തിൽ കീറപ്പെട്ടവനായ കർത്താവ്, കൈകളും കാലുകളും ആണികളിൽ തൂങ്ങപ്പെട്ടവനായിട്ട് താഴെ നിൽക്കുന്നവർ പറയും, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. വെല്ലുവിളികൾക്ക് മുമ്പിൽ പ്രതികരിക്കാത്തവനായ കർത്താവ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിനൊന്നും പ്രതികരിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടായിരുന്നില്ല. കർത്താവിന്റെ പർപ്പസ് അതായിരുന്നു, നമുക്ക് വേണ്ടി നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് അത് സഹിച്ചേ കഴിയുള്ളൂ. ഒരു വെല്ലുവിളികൾക്കും തന്റെ സർവശക്തിയിൽ താൻ പ്രതികരിച്ചില്ല. താൻ ബലഹീനനായിത്തീർന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നീ ഇത് ചെയ്യണം. ഓരോ ആഴ്ചയും നമ്മൾ കൂടി വന്ന് തിരുവത്താഴത്തിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ആരായി തീർന്നു, നിന്ദിതനായി, നിസ്സാരനായി, നിസ്സഹായനായി കർത്താവ് തീർന്നു. അത് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിക്കുന്നത്. പലപ്പോഴും നമ്മളത് ഓർക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നത്. കോരഹപുത്രന്മാർ തങ്ങൾക്ക് ഭവിക്കേണ്ടിയിരുന്ന ഏറ്റവും വലിയ ദൈവിക കോപത്തീയിൽ അവർ വെന്തു പോകാതെ ഇന്നും ദൈവം ഞങ്ങളെ ശേഷിപ്പിച്ചു. ആ കരുണയെ ഓർക്കുന്നത് കൊണ്ടാണ് അവർക്ക് അത്രമാത്രം ഹൃദ്യതയോടെ ദൈവ സാന്നിധ്യം ഓർക്കുവാനായിട്ട് കഴിയുന്നത്, ആഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. ശ്രീമുള്ളവർ, നമുക്കും സാധിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ഇത് പങ്കെടുക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ആരായി തീർന്നു, ഞാൻ എവിടെ പോകേണ്ട ആളാണ്, ഞാൻ നിത്യമായ നാശത്തിൽ, ദൈവകോപത്തിയിൽ, നിത്യനരകത്തിൽ വീഴേണ്ട ആളാണ്. പക്ഷെങ്കിൽ എനിക്ക് വേണ്ടി കർത്താവ് അങ്ങനെ ആയിത്തീർന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത് എന്നുള്ള ഓർമ്മ വന്നാൽ കോരഹപുത്രന്മാരെ പോലെ നമ്മുടെ ഹൃദയം കണക്റ്റഡ് ആകും.
നമ്മുടെ സ്നേഹം അത് സീരിയസ് ആയി തീരും. നമ്മളുടെ ദൈവമായിട്ടുള്ള ബന്ധം ഊഷ്മളമായിട്ട് തീരും. അതുകൊണ്ടാണ് സങ്കീർത്തനം 84 വായിക്കുമ്പോൾ നമുക്ക് അത്ര ഹൃദ്യത. അവിടെ 84 സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 4 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. 12 വാക്യത്തിൽ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവര് ഭാഗ്യത്തെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം ഏതാണ്? ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്, ദൈവത്തിൽ ബലം കണ്ടെത്തുന്നത്, ദൈവത്തിൽ ആശ്രയമായിരിക്കുന്നത്. കാരണം നിത്യം കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് കഴിയും. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടന്നാലും അത് ജലാശയമായി തീരുന്ന ഒരു സാന്നിധ്യം, ദൈവത്തിലുള്ള ആശ്രയം, അത് നമ്മളെ അതുല്യരാക്കി തീർക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തെ വിളിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും ഒരുപക്ഷെങ്കിൽ ക്വയറ്റ് ടൈം എടുക്കുന്നു, ബൈബിൾ വായിക്കുന്നു, ആരാധന കൂടിവരവുകളിൽ വരുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം സ്നേഹം ദൈവത്തോടുണ്ട്, ഒരു ഇൻറ്റിമസി ദൈവത്തോട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് കർത്താവിനോടുള്ള അടുത്തുള്ള സമയം എന്ന് പറയുന്നത് മറ്റ് 1000 ദിവസത്തേക്കാൾ, മറ്റ് 1000 പദവികളേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? യഹോവയുടെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കാൻ പറ്റിയാൽ പോലും അതാണ് എൻ്റെ ഏറ്റവും വലിയ പദവി എന്ന് ഓരോ പുത്രന്മാർ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പറയാൻ ഇടവരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.